ചേട്ടാ, നമ്മൾ ഇന്നലെ പല കാര്യങ്ങളും സംസാരിച്ചല്ലോ. ആ കൂട്ടത്തിൽ പറഞ്ഞില്ലേ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന്. ഒന്ന് പറയാം, എന്തായിരുന്നു അത്? പറയാം. ഞാൻ അതിനു മുമ്പ് ചോദിക്കട്ടെ, ആരാണ് മഹാത്മാഗാന്ധി? നമ്മുടെ രാഷ്ട്രപിതാവ് ആണോ? അങ്ങനെയാണ് നമ്മൾ പണ്ടുപോലെ പഠിച്ചത്. സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അധ്യാപകർ പഠിപ്പിച്ചു. സ്കൂളിലെ പാഠപുസ്തകത്തിലുണ്ടല്ലേ, അധ്യാപകർ പറയുന്നുണ്ട്. PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതെ, പക്ഷേ അത് കള്ളത്തരമാണ്. നമ്മളപ്പോൾ ഇത്രയും നാൾ പഠിച്ചൊക്കെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ല. നമ്മളെ സ്കൂൾ മുതൽ ഇങ്ങനെ പഠിപ്പിച്ചു വന്നതാണ്. കള്ളമാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് വിശ്വസിക്കണം. 2012 ഇന്ത്യ ഭരിക്കുന്ന ആരാ? UPA സർക്കാരാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. അതിനു മുകളിൽ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി എന്നും പറഞ്ഞ് സോണിയാഗാന്ധിക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് പോകുന്ന എല്ലാ ഫയലുകളും സോണിയാഗാന്ധിയുടെ ഈ സൂപ്പർ ക്യാബിനറ്റിൽ ചെന്ന് അവിടുന്ന് അപ്രൂവൽ ഇട്ട് തീരുമാനങ്ങൾ എഴുതും. എന്നിട്ട് പ്രധാനമന്ത്രി കൊടുത്തേക്കും. പുള്ളിക്കാരൻ ഷൂ വരയ്ക്കും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അറിയാം, എല്ലാവർക്കും അറിയാം. ഒരുപാട് കാലം മുമ്പല്ല, 12 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമേ ഇപ്പം ജയിച്ച് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഫോട്ടോ എടുത്തു. അപ്പോൾ കാണിച്ചത് പണ്ട് ഇതുപോലെ ലോകകപ്പ് നേടി വന്ന ടീം പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്നല്ല ഫോട്ടോ എടുത്തത്. സോണിയാഗാന്ധിയുടെയാണ്. സോണിയാഗാന്ധിയായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ ജോലി ഒരു ഗുമസ്തൻ്റെ പണിയായിരുന്നു. ഇവിടുന്ന് കൊടുത്തേക്ക് സ്ഥലത്തിൽ ഷൂ വരയ്ക്കുക. ഓക്കെ, അത് വിടട്ടെ. 2012 UPയിലെ ലക്നൌവിൽ പഠിക്കുന്ന ഒരു 10 വയസ്സുകാരി കുട്ടി, അവൾ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്, അതായത് മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിലേക്ക് ഒരു അപേക്ഷ അയച്ചു. അതായത് നമ്മുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിൻ്റെ കോപ്പി വേണമെന്നായിരുന്നു അപേക്ഷ. വിവരാവകാശ നിയമപ്രകാരമാണ് ഈ അപേക്ഷ കൊടുത്തത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പക്കൽ ഇത്തരം ഡോക്യുമെൻ്റ് ഒന്നും സൂക്ഷിക്കുന്ന സ്ഥലമല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇപ്പോൾ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നാഷണൽ ആർക്കൈവ്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ സ്ഥാപനമുണ്ട്. എല്ലാ ചരിത്ര രേഖകളും സൂക്ഷിക്കുന്ന സ്ഥലം. അവിടേക്ക് ഈ PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഈ ഐശ്വര്യ പരാശർ എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥിനിയുടെ അപേക്ഷ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് ഐശ്വര്യ പെഷാവർ മറുപടി കിട്ടി. ഐശ്വര്യ പരാശരൻ എന്ന് പറയുന്ന ഐശ്വര്യ പരാശറിന് മറുപടി കിട്ടി. അതായത് രാഷ്ട്രപിതാവായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് വിളിക്കുന്ന വ്യക്തിയെ നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. അത്തരമൊരു ഉത്തരവ് കണ്ടെത്താനായിട്ടില്ല, ഇറക്കിയതായി കണ്ടെത്താനായിട്ടില്ല രാജ്യത്ത്. എങ്ങനെ കണ്ടെത്തുന്നത്? ഇറക്കിയിട്ടുണ്ടെങ്കിലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വലിയ നിരാശയായി. അവളും സ്കൂളിലൊക്കെ പഠിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്നൊക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോഴാണ് അറിയുന്നത് ഇന്ത്യ സർക്കാർ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയതായിട്ടുള്ള രേഖയൊന്നും നാഷണൽ ആർക്കൈവ്സിൽ പോലുമില്ല, PMOയിലില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലില്ലാത്തതുകൊണ്ടാണല്ലോ ആർക്കൈവ്സിലേക്ക് വിട്ടത്. അവിടെയുമില്ല. പിന്നെ എവിടെ കടലാസ്? അപ്പോൾ ഈ കുട്ടി വീണ്ടും ഒരു അപേക്ഷ പ്രധാനമന്ത്രിക്ക് അയച്ചു, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. എന്നുവെച്ചാൽ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. അതിൽ അവരാവശ്യപ്പെട്ടത് ആർട്ടിക്കിൾ 18(1) എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ 18(1) അനുച്ഛേദം പറയുന്നത് ആളുകൾക്ക് ബിരുദങ്ങൾ, പദവികൾ കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ സർ ബിരുദമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിരോധിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബിരുദങ്ങൾ കൊടുക്കുന്നത് നിരോധിക്കുന്ന ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 19(1). അതിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളത് ഈ ആളുകളുടെ സൈനികവും വിദ്യാഭ്യാസവും പരവും സാമൂഹികവുമായ സംഭാവനകൾ കൊടുത്തിട്ടുള്ള ടൈറ്റിൽസ് ഉണ്ട്. സൈനിക സർവകലാശാലകൾക്ക് ഓണററി ഡോക്ടറേറ്റ് കൊടുക്കാം, രാജ്യം കൊടുക്കുന്ന പത്മശ്രീ, ഭാരതരത്ന തുടങ്ങിയ പദവികൾ. ഇതൊഴികെ മറ്റു ബിരുദങ്ങളൊന്നും ഒരാൾക്കും കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ചില ആളുകൾക്ക് സർ പദവി കൊടുക്കുമ്പോൾ അവർ നമ്മളെക്കാളും ഉയർന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറേ ഇന്ത്യക്കാർക്കും സർ പദവി കൊടുത്തിരുന്നു. അത്തരം കാര്യങ്ങൾ വിലക്കുന്ന ഭരണഘടനാ വ്യവസ്ഥയാണ് അനുച്ഛേദം 18(1) ആർട്ടിക്കിൾ 18(1). ഇതിനകത്ത് വിലക്കിയിട്ടുണ്ടെങ്കിലും ഒരു എക്സെപ്ഷൻ ഒഴിവുണ്ട്. ഏതാണ്? സൈനികവും വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ മേഖലകൾ കണക്കിലെടുത്ത് കൊടുക്കാം. അതൊഴികെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടി അപേക്ഷ കൊടുത്തൊരു കാര്യം ചെയ്യും. 18 അനുച്ഛേദം 1 പ്രകാരം ഇങ്ങനെ ഒരു ഇളവുണ്ട്. ആ ഇളവിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവ് എന്നുള്ള പദവി കൊടുത്തു. അപ്പോഴത്തേക്ക് അതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു മറുപടി വന്നു. ഒന്ന്, അങ്ങനെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല നിലവിലുള്ള നിയമപ്രകാരം. അപ്പോൾ ഈ ഡെക്കറേഷൻ, ഇപ്പോൾ ഈ 18(1) അനുച്ഛേദം 1 പ്രകാരം ഇങ്ങനെ പദവികൾ കൊടുക്കുന്നതിന് ഡെക്കറേഷൻ എന്നാണ് പറയുന്നത്. ഡെക്കറേഷൻ കൊടുക്കുക, അലങ്കാരം കൊടുക്കുകയാണല്ലോ, ഡെക്കറേഷൻ വർക്ക്. അലങ്കാരങ്ങൾ കൊടുക്കുന്നത്
വിലക്കിയിട്ടുണ്ട്. അതിനകത്ത് സൈനികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങൾ വെച്ചിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് അപ്പം ഗാന്ധി അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് രാഷ്ട്രപിതാവ് എന്നുള്ള പദവി മഹാത്മാഗാന്ധിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് 2012 നരേന്ദ്രമോദിയുടെ കാലത്തല്ല, യു പി എ സർക്കാരിൻ്റെ കാലത്ത്, സോണിയാഗാന്ധിയുടെ കാലത്ത്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാർ ഐശ്വര്യ പരാശർ എന്ന് പറഞ്ഞ കുട്ടിക്ക് മറുപടി കൊടുത്തു. ഔദ്യോഗിക രേഖയില്ലേ? ഔദ്യോഗിക രേഖ തീർന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറ്റലിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംഘടനയുണ്ട്, OIPA എന്നാണ് അതിൻ്റെ പേര്. ഈ OIPAയുടെ പ്രവർത്തകനായ അഭിഷേക് കദ്വാർ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു. അതായത് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിക്കണം. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിന് മറുപടി കൊടുത്തു. ഒരു കാലത്തും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ചരിത്രത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് നിലവിലുള്ള നിയമങ്ങൾ തടസ്സമാണ് എന്ന് കാണിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി കൊടുത്തു, അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ വളരെ ക്ലിയറാണ്, മഹാത്മാഗാന്ധി ഇപ്പോൾ ആരാ നമ്മുടെ രാഷ്ട്രപിതാവാണ്. ജനങ്ങൾ ആരൊക്കെയോ അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചു എന്നല്ലാണ്ട് ഭാരത സർക്കാർ അദ്ദേഹത്തെ ഒഫീഷ്യലി രാഷ്ട്രപിതാവെന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ PSC പരീക്ഷയ്ക്ക് ആരാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന ചോദ്യത്തിന് മഹാത്മാഗാന്ധി എന്ന് ഉത്തരം എഴുതിയാൽ തെറ്റാണ്. എഴുതിയില്ല, വേറൊരാളുടെ പേര് എഴുതിയാൽ ആ ഉത്തരം തെറ്റാണെന്ന് പറയാനും പാടില്ല. ജനങ്ങൾ ആരെയാണ് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചാൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ജനങ്ങൾ ആരാണ്. അതെ, അപ്പോൾ പറയുന്ന വാദം വേണമെങ്കിൽ മറുവാദം പറയാം. സർക്കാരൊന്നും അല്ല കൊടുത്തത്, എന്നാൽ ജനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ 60 വർഷക്കാലം 2013 വരെ ഇന്ത്യ ഭരിച്ചതാരാ? കോൺഗ്രസിൻ്റെ നേതൃത്വം. ഒരു 5 വർഷക്കാലം വാജ്പേയി, പിന്നെ എല്ലാവരും കൂടെ കൂടി ഒരു 2-3 വർഷം, അത്രയല്ലേ ഉള്ളൂ. ബാക്കി മുഴുവൻ 60 വർഷം ഭരിച്ചത് കോൺഗ്രസ്സാണ്. എന്തുകൊണ്ടാണ് 60 വർഷത്തിനിടെ കോൺഗ്രസ് പാർട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഈ മനുഷ്യനെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ നിർണായക പങ്ക് വഹിച്ച, ആത്മീയവും ഭൗതികവുമായി ജനങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോയത് മഹാത്മാഗാന്ധിക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്. അദ്ദേഹം രാഷ്ട്രീയമായി എടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നു. ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇന്ത്യ വിഭജിച്ച് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ആളുകളെ വർഗീയതയുടെ പേരിൽ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്ത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ സമയത്തും കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് കൊടുക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് മഹാത്മാഗാന്ധി. അത് കൊടുക്കാൻ നെഹ്റു പോലും തയ്യാറായില്ല. എന്നിട്ട് അതിന് കൊടുക്കാൻ വേണ്ടി നിരാഹാരമായിരുന്നു. ആ കാശും മേടിച്ചിട്ടാണ് ഇന്ത്യക്കാരെ പാകിസ്ഥാൻ കൊന്നൊടുക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തത്. നമ്മുടെ കാശ് നമ്മുടെ ഇന്ന് സത്യാഗ്രഹം ഇരുന്ന് പാകിസ്ഥാനികൾക്ക് വാങ്ങിച്ചു കൊടുത്ത ആളാണ് ഗാന്ധി. നെഹ്റു പോലും എതിർത്തിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഗാന്ധിക്ക് എന്തുകൊണ്ട് ഗാന്ധിയുടെ പേരിൽ അണയിടുന്ന, ഗാന്ധിയൻ സിദ്ധാന്തങ്ങളാണ് തങ്ങളെ നയിക്കുന്നതെന്നും മേനി പറയുന്ന കോൺഗ്രസ് സർക്കാരുകൾ എന്തുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവ് എന്നുള്ള പദവി കൊടുത്തില്ല? ഇപ്പോൾ ഇവർ പറയുന്നത് നെഹ്റുവിനെ, മഹാത്മാഗാന്ധിയെയൊക്കെ അംഗീകരിക്കാതെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെയൊക്കെ വലിച്ച് തോട്ടിക്കളയുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി ഇവരെന്താ ആദരിച്ചു? നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നെഹ്റു പ്രധാനമന്ത്രിയാവുമ്പോൾ പല കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയാകുമ്പോൾ ഗാന്ധി എവിടെയായിരുന്നു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ദേശീയ പതാക ഉയർത്തുമ്പോൾ മഹാത്മാഗാന്ധി കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനേറെ മഹാത്മാഗാന്ധി ഒരു ഘട്ടത്തിൽ നെഹ്റു മാറണമെന്നാവശ്യപ്പെടുകയുണ്ടായി. നെഹ്റു മാറണമെന്നാവശ്യപ്പെട്ട ആ ദിവസം 1948 ജനുവരി 30 തലേന്നായിരുന്നു. നെഹ്റു മാറണം, അധികാരത്തിൽ നുഴയണം, പട്ടേലിനെ ആക്കണം എന്ന് ഗാന്ധി പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ നെഹ്റുവിനേക്കാളും പിന്നീട് ഒരു ഘട്ടത്തിൽ ഗാന്ധിക്ക് താല്പര്യം അംബേദ്കറോടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗാന്ധിയുടെ മനസ്സിൽ പട്ടേലോ അംബേദ്കറോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നെഹ്റു അധികാരമൊഴിയണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം ഗാന്ധി കൊല്ലപ്പെട്ടു എന്നും തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, രേഖകളുമുണ്ട്. അപ്പോൾ ഗാന്ധിവധത്തിൽ ഗുണഭോക്താവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധി മരിച്ചതുകൊണ്ട് ഗുണമുണ്ടായത് ജവഹർലാൽ നെഹ്റുവിനാണ്. 2 തരത്തിൽ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അധികാരം ഉറപ്പിക്കാൻ പറ്റി. 2, രക്തസാക്ഷിയായ ഗാന്ധിയുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കാൻ പറ്റി. മാത്രവുമല്ല, ഇപ്പോഴും അതിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി.
അല്ല എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗാന്ധി എന്നുള്ള പേര് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അതുപയോഗിച്ച് അധികാരം നേടാൻ വേണ്ടി എക്കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഫിറോസ് ഗാന്ധി എന്ന് പറയുന്ന പേര് ഫിറോസ് ഗാന്ധി എന്ന് തിരുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എറണാകുളത്ത് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ നമ്മുടെ കുട്ടികളെ വിട്ടിട്ടുണ്ട്. ട്രെയിനി കുട്ടികൾ വന്നപ്പോൾ വിട്ടിട്ടുണ്ട്. അവരൊക്കെ പോയി എടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചെറിയ കുട്ടികൾ മാത്രമല്ല മുതിർന്ന പ്രായം ചെന്ന ആളുകളും ഗാന്ധിയുടെ ചെറുമകനാണ് എന്ന് പറയുന്ന ആളുകൾ ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യം അവരെന്താ ഉദ്ദേശിച്ചത് അത് ഇപ്പോൾ അതെ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഇപ്പോഴും വിചാരിക്കുന്ന ഗാന്ധി മഹാത്മാഗാന്ധി, പിന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇതൊക്കെ ഒരു കണ്ണിയുടെ ഭാഗമാണെന്ന് ധരിക്കുന്ന ഗാന്ധി ഒരു വികാരമാണ് അല്ലേ? നമ്മളെല്ലാവരെയും ആവേശം കൊള്ളിക്കുന്ന ഒരു വികാരം. ആ വികാരത്തെ ഏറ്റവും ഫലപ്രദമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഫിറോസ് ഗാന്ധിയുടെ കുടുംബം. ഫിറോസ് ഗാന്ധിയുടെ കുടുംബം. ഫിറോസ് ഗാന്ധി പാഴ്സി ആയിരുന്നു, പിന്നീട് മുസ്ലിം ആയെന്നോ ഒക്കെ പറയുന്നുണ്ട്, അറിയില്ല, അതൊക്കെ ആധികാരികമായി വരേണ്ട കാര്യം. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് അല്ലേ, രാജീവ് മകൻ, രാജീവിൻ്റെ ഭാര്യ സോണിയയുടെ മകൻ രാഹുൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഏത് ജാതി ഏത് മതം എന്ന് പോലും അറിഞ്ഞുകൂടാ. എന്നിട്ട് അവരിപ്പോൾ അവകാശപ്പെടുന്നു ഞാൻ പൂണൂലുധാരി ബ്രാഹ്മണാണെന്ന് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പം വലിയ വൈരുദ്ധ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് നെഹ്റു മുതൽ രാഹുൽ വരെയുള്ളവർക്ക് ഗാന്ധി ഒരു കച്ചവട ചരക്കായിരുന്നു. ഗാന്ധി എന്നുള്ള പേര് വിറ്റ് പണമുണ്ടാക്കണം, അധികാരമുണ്ടാക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇറ്റലിയിൽ നിന്ന് വന്ന മദാമയ്ക്ക് വരും ഗാന്ധി എന്ന സർനെയിമുണ്ട്, ഗാന്ധിവാലുണ്ട്. എത്ര ലജ്ജാകരമാണ്. അപ്പോൾ ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ ലോകത്തെ ലെനിൻ സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രപിതാവായിരുന്നു, പാകിസ്ഥാനിൽ ജിന്ന രാഷ്ട്രപിതാവാണ്, അവർ സർക്കാർ അംഗീകരിച്ചതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധ്യ പുരുഷനായ മഹാത്മാഗാന്ധിയെ ഈ കൂട്ടർ കഴിഞ്ഞ 60 വർഷം ഈ രാജ്യം ഭരിച്ചിട്ടും രാജീവ് ഗാന്ധിക്ക് അധികാരത്തിൽ വന്നത് മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അല്ലേ? 400-ൽ പരം സീറ്റുകൾ, 412 സീറ്റുകളോ മറ്റായിരുന്നു. അത്രയും ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിട്ട് രാഷ്ട്രപിതാവായി ഗാന്ധിയെ അംഗീകരിക്കുന്ന ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഈ 18 അനുച്ഛേദത്തിൻ്റെ തടസ്സമൊക്കെ പാർലമെന്റിൽ നിസ്സാരമായിട്ട് മറികടക്കാം. ഭരണഘടനാ ഭേദഗതി ചെയ്ത പോരെ? എത്ര ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്? രാഷ്ട്രപിതാവായി ഗാന്ധിയെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് കൊണ്ടുവന്നാൽ അതിനെ ഈ പാർലമെന്റിൽ ആര് എതിർക്കും? ആർക്കും എതിർക്കാൻ പറ്റില്ല. BJPക്ക് പോലും എതിർക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങളും അധികാരവും പാർലമെന്റിലെ നമ്പറും ഉണ്ടായിട്ടും 75 വർഷം കഴിഞ്ഞിട്ടും, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഔദ്യോഗികമായി രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയെ പ്രഖ്യാപിക്കാതിരിക്കാൻ കോൺഗ്രസ് മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് കരുതണ്ടേ? അതെ, ഉറപ്പായിട്ട് കരുതണം. അപ്പോൾ അവർക്ക് വേണ്ടത് ഗാന്ധിവാലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരിങ്ങനെ രാജ്യത്ത് തിമിർത്ത് നടക്കുന്ന കാലത്താണ് മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവല്ല എന്ന വാർത്ത, എന്ന തീരുമാനം 2 തവണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തായിരിക്കും? എന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇതുണ്ടെങ്കിൽ സത്യത്തിൽ ഇത് ഇങ്ങനെ മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവല്ല, കോൺഗ്രസ് സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, നെഹ്റു പോലും ചെയ്തില്ല. കാരണം മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട് അതിവൈകാരികമായ ഒരു അന്തരീക്ഷം രാജ്യത്തൊരുപാടും ഉണ്ടായിരുന്നു ഗാന്ധിയുടെ മരണത്തെ തുടർന്ന്. ആ സമയത്തെങ്കിലും ചെയ്യേണ്ടായിരുന്നോ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഹോണർ ചെയ്യാൻ വേണ്ടി? എന്തിനേറെ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടിട്ട് ഒരു വലിയ കഥയുണ്ട്. 3 ബുള്ളറ്റുകൾ 4 വെടിവെച്ചകൾ എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ ശരീരത്തിൽ 1 അല്ല 4 ബുള്ളറ്റുകൾ തറച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ചിത്രമൊക്കെ വെച്ചിട്ട് ഗോഡ്സയുടെ വെടിക്ക് പുറമെ മറ്റേതോ തോക്കിൽ നിന്നൊരു വെടിയുണ്ട മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വീണിട്ടുണ്ടോ എന്നൊക്കെ ദുരൂഹമായ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, മഹാത്മാഗാന്ധി വെടിയേറ്റ് വെച്ചിട്ട് ഉടനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. നമ്മളിത് സംബന്ധിച്ച് വളരെ ദീർഘമായൊരു വീഡിയോ കഴിഞ്ഞ ജനുവരി 30 ചെയ്തത് നമ്മുടെ പേജിൽ നോക്കിയാൽ കാണാം. ആളുകൾ, സംശയമുള്ള ആളുകളൊന്ന് വിശദമായി നോക്കണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ ചേർക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അറിയാവോ? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ഇന്നും. അത് ഇന്ന് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇന്നും അതൊരു ഈ നിയമം അനുസരിച്ച് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തു, വെടിയേറ്റ് മരിച്ചപ്പോൾ. രാജ്യത്തെ ഏതൊരു പൗരനും കൊല്ലപ്പെട്ടാൽ സ്വാഭാവിക മരണമല്ല സംഭവിക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത് വ്യവസ്ഥയാണ്. എന്തുകൊണ്ട് ഗാന്ധിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തില്ല?
അത് ഇന്നും അറിയാത്ത ഒരുപാട് പേരില്ലേ? അപ്പോൾ അതിന് പറയാവുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന മറുപടി, രാഷ്ട്രപിതാവല്ലേ, അതുകൊണ്ടൊരു എക്സെപ്ഷൻ കൊടുക്കുക. രാഷ്ട്രപിതാവ് അല്ലായിരുന്നു. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്, നമ്മുടെ ആരാധ്യ പുരുഷനാണ്, ഒരു ഇന്ത്യക്കാരനായ മനുഷ്യനാണ്, അല്ലേ? അപ്പോൾ എല്ലാ ഇന്ത്യക്കാരൻ്റെയും മരണത്തിനുള്ള കാരണം ഒരാളെ നമ്മുടെ കൺമുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നാൽ പോലും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പം മഹാത്മാഗാന്ധിയുടെ ജഡം എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നത് എന്നതുപോലെ തന്നെ ദുരൂഹമാണ് കോൺഗ്രസ് ഇക്കാലം അത്രയും ഭരിച്ചിട്ടും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വസ്തുതയും. അതിനകത്ത് കുറച്ച് നിഗൂഢതകളുണ്ട് എന്നാണ് ഈ മനസ്സിലാക്കേണ്ടത്. അതുണ്ടാവും. ആ നിഗൂഢത എന്താണെന്നുള്ളത് എന്തെങ്കിലും ചുരുളഴിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.